ഹായ് ഫ്രണ്ട്സ്, ആടുജീവിതം ഇന്നലെ പോയി കണ്ടിരുന്നു. പിന്നെ തീരെ വയ്യായിരുന്നു വീഡിയോ ഇടാൻ. ഇപ്പോഴും വയ്യായി മാറിയിട്ടില്ല. ഒരു റിവ്യൂ ഇടണം എന്ന് ആഗ്രഹിച്ചിട്ട്, ഒരു നല്ല സിനിമയെ പറ്റിയുള്ള ഒരു റിവ്യൂ ഇടണം എന്ന് ആഗ്രഹിച്ചിട്ട് പോയതാണ് സിനിമയ്ക്ക്. വയ്യായി ഉണ്ടെങ്കിലും അത് കാണണം എന്നുള്ളൊരു അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരുപാട് കാലമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ കൂടിയായിരുന്നു ആടുജീവിതം. പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു ഏറ്റവും വലിയ പെർഫോമൻസ് എന്ന് പറഞ്ഞ് കാണാനായിരുന്നു പോയത്. പക്ഷേ അത് കണ്ടിട്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു നടൻ്റെ അല്ല, ഒരു നടൻ്റെ മാക്സിമം എഫേർട്ട് എത്രത്തോളം ഇടാം, മാക്സിമം ഡെഡിക്കേഷൻ എത്രത്തോളം കാണിക്കാം എന്നുള്ളതിൻ്റെ ഒരു തെളിവായിരുന്നു ഈ ഒരു ആടുജീവിതം എന്ന് പറയുന്ന സിനിമ. അതിനെപ്പറ്റി ഒരുപാട് പേര് ഇപ്പോൾ ഡിഗ്രേഡിങ് ആയിട്ട് മതസംബന്ധമായും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടും ആ നോവലിലുള്ള ഒരു പോർഷൻ, ഒരു ചെറിയൊരു പോർഷൻ, കഥാകൃത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു പോർഷൻ, ആ കഥാപാത്രമായിട്ടൊരു ബന്ധമില്ലാത്ത കഥാകൃത്തിൻ്റെ ഭാവനയിലുള്ള ഒരു പോർഷൻ മാത്രമായിരുന്നു ഈ ഒരു ആടുമായുള്ളൊരു ലൈംഗിക ബന്ധം. ഭാര്യയെ ആലോചിച്ചുകൊണ്ട് ആടുമായിട്ട് ഭോഗിച്ചു എന്ന് പറയുന്ന ഒരു സംഭവം. ഈ ഒരു ആട് ജീവിതം എന്ന് പറയുന്ന നോവൽ ശരിക്കും നജീബിൻ്റെ മാത്രമായിട്ടുള്ള ഒരു കഥയായിട്ടാണോ പുള്ളിക്കാരൻ എഴുതിയിട്ടുള്ളത്? ബെന്യാമിൻ എഴുതിയിട്ടുള്ള ആ ഒരു നോവൽ നജീബ് എന്ന് പറയുന്ന ആളുടെ കഥ മാത്രമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അത് വലിയൊരു വൈഡായിട്ടുള്ളൊരു സ്റ്റോറിയാണ്, ഒരു നോവലാണ്. അതിൽ നജീബ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ നെയിം കൊടുത്തു, അതാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ നജീബിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ളത് അതിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കഥ, നോവല്, കവിത, ഇങ്ങനെയുള്ള എല്ലാം ഇപ്പോൾ ഒരു സിനിമയായാലും ഒരാളുടെ ജീവിതകഥ സിനിമയാക്കുമ്പോൾ തന്നെ അതിൽ കുറച്ച് എക്സ്ട്രാ എലമെൻറ്റ്സ് ആഡ് ചെയ്യും. ആളുകൾക്ക് കുറച്ചുകൂടി ക്യൂരിയോസിറ്റി, കുറച്ചുകൂടി എൻ്റർടൈനിങ് ഒക്കെ ആക്കുന്നതിന് വേണ്ടി എക്സ്ട്രാ എലമെൻ്റ് ആഡ് ചെയ്യും. അല്ലാതെ അതൊരു ഓട്ടോബയോഗ്രഫി പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണോ എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, യുക്തിപൂർവ്വം ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ ഒരു മരുഭൂമിയിൽ ഈ കുടിക്കാൻ വെള്ളവും കഴിക്കാൻ ഭക്ഷണവും ഇല്ലാത്ത ഒരവസ്ഥയിൽ എല്ലും തോലുമായി കിടക്കുന്ന ഒരു മനുഷ്യന് ഇത്തരത്തിൽ ആടുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുമോ? അത് ഒരു നോവലിൽ വേണമെങ്കിൽ അത് എഴുതി ചേർക്കാൻ പറ്റും. അത് വായിക്കുമ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അതായത് എന്തും ചെയ്യാം, ഒരു കടൽ മുഴുവൻ കുടിച്ചു വറ്റിക്കുന്നതായിട്ട് നോവലിൽ എഴുതാം, അത് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. അതേസമയം ഒരു റിയൽ ലൈഫിൽ ഒരാൾക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത്തരത്തിലുള്ള ഡിഗ്രേഡിങ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ കുറച്ച് പേരാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും നജീബ് എന്ന് പറയുന്ന വ്യക്തിക്ക് അത് നല്ലപോലെ എഫക്റ്റ് ചെയ്യും. അവരുടെ ഫാമിലിക്ക് അത് ദുഃഖം ഉണ്ടാക്കുന്ന കാര്യമാണ്. അത്രയും ആടുകളെ സ്വന്തം മക്കളായിട്ട് കണ്ടു എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളിയുടെ അനുഭവത്തിൽ പുള്ളി പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. അത് ബെന്യാമിൻ എന്ന് പറയുന്ന നോവലിസ്റ്റ് എന്ത് ചെയ്യുകയാണ്, കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. അതിനെ ഇങ്ങനെ ക്രൂശിച്ചിട്ട് കാര്യമുണ്ടോ? ഈ ഒരു നജീബിക്ക 3 വർഷത്തോളം മരുഭൂമിയിൽ കഷ്ടപ്പെട്ട ഒരു കഷ്ടപ്പാടും ദുരിതവും ഈ ഒരു സിനിമ കണ്ടാൽ നമുക്ക് ഏകദേശം ഒന്ന് മനസ്സിലാക്കാൻ പറ്റും. പൃഥ്വിരാജ് അത് വളരെ നല്ല രീതിക്കാണ് എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. അതിനെപ്പറ്റി പറയാനൊന്നും വാക്കുകളില്ല. ഇത്രത്തോളം ഒരു മനുഷ്യനെ ഡെഡിക്കേഷൻ കാണിക്കാൻ പറ്റുമെന്നുള്ളതിനൊക്കെ ഉദാഹരണമാണത്. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു ഇൻസ്പിറേഷനാണ്. പുള്ളി തന്നെ പറയുന്നുണ്ട്, പുള്ളിയുടെ മകള് വലുതാവുന്ന സമയത്ത്, ഒരു എല്ലാവിധ മൂവിയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വളരുന്ന സമയത്ത് പുള്ളി ആദ്യമായിട്ട് കാണിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സിനിമ അതാണെന്ന് പറയുന്നുണ്ട്. ആ ഒരു ഡ്രസ്സ് ഊരിയിട്ട് വെള്ളം മേല് നനയ്ക്കാൻ വേണ്ടി പോകുന്നൊരു നജീബിനെ നമുക്ക് കാണാം അതിൽ. അങ്ങനെ ഷർട്ട് ഊരുന്ന സമയത്ത് ഈ ശരിക്കൊരു അസ്ഥികൂടത്തിൽ തോല് മൂടി അങ്ങനെ ഇരിക്കും. ആ ഒരു ലെവലിലേക്കാണ് ഈ മനുഷ്യൻ മെലിഞ്ഞു വന്നിരിക്കുന്നത്. അതിലൊരു ക്യാമറ ട്രിക്കോ അതുപോലെ തന്നെ വിഷ്വൽ എഫക്ട്സോ യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ ആൾമോസ്റ്റ് മരുഭൂമിയിലുള്ള സംഭവങ്ങളെല്ലാം, വിഷ്വൽസ് എല്ലാം ഇവർ റിയലിസ്റ്റിക് ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളതാണ്. റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ റിയൽ ആയിട്ട് തന്നെ എടുത്തിട്ടുള്ളതാണ് കൂടുതലും വിഷ്വൽസ് എല്ലാം, ആളുകൾ തമ്മിലുള്ളൊരു ഇതല്ല അല്ലാതെ. അതുപോലെ തന്നെ അതിൽ ഇത്രയും വൈഡായിട്ടുള്ള ഷോട്ട്സ് കാണാം. അത് എത്രത്തോളം വൈഡായിരിക്കും, ഇവരുടെ കാലടയാളങ്ങളല്ലാതെ വേറൊരാളുടെയും കാലടയാളമോ ഒന്നും തന്നെ അവിടെ ഒരു പ്രൊഡക്ഷൻ ടീം ഉണ്ടെന്ന് നമുക്ക് തോന്നില്ല. അത്രയ്ക്കും പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു കൊടും ചൂടുള്ള മരുഭൂമിയിൽ ഇവർ ചെയ്തേക്കുന്നത് ഈ ഷൂട്ടിങ്ങും കാര്യങ്ങളും. അല്ലെ പാമ്പുകൾ കാര്യങ്ങളെല്ലാം ഒറിജിനലാണ്. അതുപോലെ തന്നെ ഈ കോസ്റ്റ്യൂമിൻ്റെ കാര്യമാണെങ്കിൽ പോലും ഈ അഴുക്ക് പെരണ്ടിട്ടുള്ള കോസ്റ്റ്യൂം, ദ്രവിച്ചു പോയിട്ടുള്ള വസ്ത്രങ്ങൾ, കാര്യങ്ങൾ റിയലായിട്ട് അങ്ങനെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. അല്ലാതെ ഒരു പെയിൻ്റ് അടിച്ച് കളർ ചെയ്തിട്ടുള്ളൊരു സംഭവമല്ല. റിയലായിട്ട് ഒരു തുണി എങ്ങനെ അതേപോലെ ശരിക്ക് ദ്രവിച്ചു പോയ അല്ലെങ്കിൽ പഴകിപ്പോയ ഒരു തുണിയുടെ എഫക്റ്റ് കറക്റ്റായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്, പഴക്കി തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ആലോചിച്ച് നോക്കും.
ഈ ഓരോ ആളുകളുടെയും കോസ്റ്റ്യൂം. അതുപോലെ തന്നെ ഇതിലെ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയുവാണെങ്കിൽ 2-3 വർഷത്തോളം ഒരു മരുഭൂമിയിൽ പെട്ടുപോകുന്ന മനുഷ്യൻ, താൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു ജോലി ചെയ്യേണ്ടി വരിക. അതുപോലെ എല്ലാറ്റിനും ഭക്ഷണം കഴിക്കാനാണെങ്കിലും ടോയ്ലറ്റ് പോകാനാണെങ്കിലും പണ്ടുണ്ടായിരുന്ന രീതിയല്ല ഇതിൽ പുള്ളിക്ക് ചെയ്യേണ്ടി വരുന്നത്. ഈ ഒരു സ്ഥലത്ത് വന്നപ്പോൾ എല്ലാ ആ ഒരു ഫ്രീഡമായ തീരെ ഫ്രീഡം ഇല്ല. നാട്ടിൽ നല്ല രീതിക്ക് ജീവിച്ചിട്ടുണ്ടായിരുന്നതാണ്, ഉള്ള കഞ്ഞി കുടിച്ച് പോകാന്നൊക്കെ പറയില്ലേ, അങ്ങനെ പോയിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി ഒരു അടിമയാവുകയാണ് അവിടെ. ഒരു മൃഗങ്ങളെപ്പോലെ അയാളെ ട്രീറ്റ് ചെയ്യുകയാണ്. ചില സമയം ഈ നായ്ക്കളോട് നമ്മളിങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ കാണിക്കുന്ന ആ ഒരു ഇതേ ഇങ്ങനോട് കാണിക്കുന്നുള്ളൂ. ആ ഒരു അവിടെയുള്ള മാലിക്മാർ, അറബികൾ, അങ്ങനെയുള്ള ഒരുപാട് സീൻസ് ഇതിലുണ്ട്. അത് കറക്റ്റായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആയാലും മൃഗത്തിൻ്റെ ആയാലും അടിയും തൊഴിയൊക്കെ ഒരുപാട് കൊണ്ടിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇങ്ങനെയുടെ. ഇപ്പോൾ ആടിനെ മേയ്ക്കുകയാണെങ്കിൽ ഈ യുറ്റങ്ങൾ തമ്മിൽ തല്ലുമ്പോൾ ഇടയിൽ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അതിന് ബോറടിക്കുന്ന സമയത്ത് അത് തൊഴി വെച്ച് തരും. അതുപോലെ തന്നെ തലയും കൊണ്ട് ഇടിച്ച് ഇടും. ഇൻ്റർവ്യൂസിൽ തന്നെ നജീബൊക്കെ പറയുന്നുണ്ട്, ഇടയിലിടയിൽ ഇതിങ്ങനെ നടുവിനൊക്കെ ഇട്ട് ഇടിക്കും ഈ കൊമ്പും കൊണ്ട്. എന്ത് സ്ട്രോങ് ആയിട്ടുള്ള സെൽസ് വരെ ഡാമേജ് ആവുന്ന രീതിയിൽ ഇടിക്കുക. അത്രയ്ക്കും സ്ട്രോങ് ആയിരിക്കും. നമുക്ക് തന്നെ കണ്ടിട്ടുള്ളതായിരിക്കുമല്ലോ, അടുത്ത വീട്ടിലൊക്കെ ആടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആടിനെ വളർത്തിയിട്ടുള്ളവരാണെങ്കിൽ മനസ്സിലാവും എത്രത്തോളം ഡേഞ്ചറാണ്. നായ പോലും അടുത്ത് പോവില്ല. നായൊക്കെ പോയ ഒറ്റ ഇങ്ങനെ ഒരു അടിക്ക് നായൊക്കെ തെറിപ്പിക്കും. അത്രയ്ക്കും ഡേഞ്ചർ ആയിട്ടുള്ളൊരു സാധനമാണ് അത്. ഇത്രയും മുട്ടൻ ആടുകൾ ഒരു എത്രയോ എണ്ണമുണ്ട്. ഒരുപാട് ആടുകളുള്ള സ്ഥലത്ത് ഈറ്റങ്ങളൊക്കെ ഭക്ഷണം കൊടുത്ത് പരിപാലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്തോരം കഷ്ടം ഉണ്ടാവും എന്നുള്ളത് ഇതിൽ കാണിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് അതിൽ കറക്റ്റായിട്ട് അത് എഫേർട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലസ്സി എന്ന് പറയുന്ന ഡയറക്ടറുടെ ഒരു ബ്രില്യൻസ്, ഏതൊരു സംഭവം എടുക്കുമ്പോൾ ആള് മോർ റിയലിസ്റ്റിക് ആയിട്ട് എടുത്തിരിക്കുന്നത്. അതിൽ എത്രയും എലമെൻറ്റ്സ് ഈ ഒരു കൂട്ടിച്ചേർക്കൽ പോലെ ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു ടെക്നോളജിയെക്കാട്ടിലും അതിലൊരു എഫേർട്ടിനാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും ടൈം എടുക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഭാഷ വരെ മറന്നു പോകുന്ന ഒരു രീതി, ചുണ്ടനങ്ങുന്ന ഒരു രീതി തന്നെ വ്യത്യാസമാണ്. എന്താ വെച്ചാൽ ഡ്രൈ ആയിരിക്കുകയാണ്, ശരീരം ആയാലും എല്ലാം ഡ്രൈ ആയിരിക്കുകയാണ്. ഭാഷ തന്നെ, സ്വന്തം ഭാഷ തന്നെ മറന്നു പോകുന്നൊരവസ്ഥയിലേക്ക് ഈ ചെറുപ്പക്കാർ പോവുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊക്കെയാണ് ആ സ്ഥാനത്ത് എന്ന് വെച്ചാൽ അപ്പം തന്നെ ഇട്ടും തട്ടിപ്പോയിണ്ടാവും. ഒന്നുമില്ലെങ്കിൽ തന്നെത്താനെ ഈ ഒരു ഡിപ്രഷനൊക്കെ അടിച്ച് പോവും. അല്ലാന്നുണ്ടെങ്കിൽ വല്ലതും കടും കഴി ചെയ്തിട്ടായാലും അവസാനിപ്പിക്കും. ഇതൊക്കെയാണ് അവസ്ഥ. അത് എത്രത്തോളം നല്ല രീതിക്ക് ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു സിനിമയുടെ വിജയം. പെർഫോമൻസ് ലെവലിലും ഡെഡിക്കേഷനിലും പറയുവാണെങ്കിൽ പൃഥ്വിരാജിൻ്റെ ആ ഒരു എഫേർട്ടും ഡെഡിക്കേഷനൊക്കെ കഴിഞ്ഞ ഈ ഒരു ഹക്കീം എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്ത ഗോകുൽ നല്ല ഭാവിയുള്ള ഒരു ആർട്ടിസ്റ്റാണെന്ന് ഞാൻ പറയും. എന്താ വെച്ചാൽ ഇനി ഒരുപാട് ലേയേഴ്സ് പുള്ളിക്കും വരും. ഈ ഒരു സിനിമ കഴിഞ്ഞ് ഇനി അടുത്ത സിനിമകളിൽ നല്ല രീതിയിലുള്ള സംഭവങ്ങൾ ആൾക്ക് കിട്ടട്ടെ, നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ. അല്ലാതെ ഈ ഒരു യൂഷ്വൽ ക്യാരക്ടേഴ്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ കിട്ടാതെ നല്ല രീതിയിലുള്ള നല്ല ടാലൻറ്റ് തെളിയിക്കാൻ പറ്റിയിട്ടുള്ള ചാലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കിട്ടട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാൻ. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ടുള്ള ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയുന്നത് നാട്ടിലത്തെ വിഷ്വൽസൊക്കെ വളരെ കുറവാണ്. ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുള്ള അമല പോളിൻ്റെയൊക്കെ വിഷ്വൽസ് വളരെ കുറവാണ്. പക്ഷെ ആ ഒരു ഇൻറ്റിമേറ്റ് സീൻസ് കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. അവരുടെ ഒരു ബോണ്ട്, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ഒരു ബോണ്ട്, അവർ തമ്മിലുള്ള ഒരു സ്നേഹം വളരെ നല്ല രീതിക്ക് ഇതിൽ എക്സ്പ്രസ് ചെയ്യാൻ ബ്ലസ്സിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബ്ലസ്സി എന്ന് പറഞ്ഞ സംവിധായകൻ്റെ കൂടി ഇപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് തീരെ വയ്യാത്തൊരവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് കേൾക്കാൻ കഴിഞ്ഞു. ഓരോ ഇൻ്റർവ്യൂവിലൊക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് നമുക്ക് അപ്പോൾ അത് ഈസി ആയിട്ട് തോന്നും. നമുക്ക് ഈ സിനിമ കാണുമ്പോഴാണ് ഇതിന് പിന്നിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം ഇത് ഇങ്ങനെ ഒരു സിനിമ ഫുള്ള് ഫിനിഷ് ചെയ്യാൻ വേണ്ടി അവർ എത്രത്തോളം പാടുപെട്ടിട്ടുണ്ടാവും എന്നുള്ളത് ഇത് കണ്ടാൽ മനസ്സിലാവും. ഒരാളുടെ നിന്ന് തല്ല് വാങ്ങുന്ന പൃഥ്വിരാജ് ശരിക്കൊരു ക്യാരക്ടറായിട്ട് ജീവിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. ശരിക്കും അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു സിമിലാരിറ്റി തോന്നുന്ന രീതിയിൽ ഒരാളുടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ബോഡി ലാംഗ്വേജ് ആവട്ടെ, മസ്കുലാരിറ്റി ആവട്ടെ, എല്ലാവിധ സംഭവങ്ങളും അഡോപ്റ്റ് ചെയ്യാൻ പൃഥ്വിരാജ് ശ്രമിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് എന്ന് പറയുന്ന നടൻ്റെ ഒരു സിഗ്നേച്ചറായിട്ട് ഇനി എന്തായാലും ആടുജീവിതം കിടക്കും. അങ്ങനെ മലയാള സിനിമയുടെ ഒരു സിഗ്നേച്ചറായിട്ടും കിടക്കണം. അതുപോലെ തന്നെ കിട്ടുന്നതിൽ പരമാവധി ഉന്നതയിലുള്ള അവാർഡ് ഈ സിനിമയ്ക്ക് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ആ അവാർഡിന് വിലയില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. ഒരു ഇത്രയും അർഹതപ്പെട്ടിട്ടുള്ള ഒരു സംഭവത്തിന് പണ്ടും സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അർഹതപ്പെട്ട സംഭവങ്ങൾക്കല്ല അവാർഡ്സ് കിട്ടുക ചില സമയം. അവർ എന്ത് മാനദണ്ഡത്തിലാണ്
വേറെ ഇതിൻ്റെ ഒപ്പം തന്നെ ഇറങ്ങിയ മറ്റ് ചില പടങ്ങൾക്ക് അവാർഡ് കൊടുക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല. അത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ശരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് എല്ലാവിധ അംഗീകാരവും കിട്ടിക്കോളണമെന്നില്ല, പക്ഷേ ഇതിന് കിട്ടണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. അത് നിങ്ങളും പോയി കാണേണ്ട ഒരു സിനിമയാണ്, ഒരു തവണയെങ്കിലും തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കൂടുതൽ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള തിയേറ്ററിൽ തന്നെ പോയി കാണാൻ നോക്കുക. എന്താ വെച്ചാൽ ഈ മുറുക്കി ചവയ്ക്കുന്ന സൗണ്ടും അതുപോലെ തന്നെ പോപ്കോൺ ചവയ്ക്കുന്ന സൗണ്ടൊന്നും ഇല്ലാതെ എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക. നമുക്കങ്ങനെ പറ്റിയില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. പെട്ടെന്ന് സഡനായിട്ട് പോയതുകൊണ്ട് അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോകുന്നു. അവിടെ എല്ലാ കൂട്ടരും വരും. ഞാൻ ആരെയും ക്യാരക്ടറൈസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്വഭാവത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെയുള്ള സിനിമ ശരിക്കും സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ കാണാൻ പറ്റുന്നതാണ്. സൈലൻ്റ് ആയിരുന്നു, എന്നാലും അതിനേക്കാട്ടിലും കുറച്ചുകൂടി കംഫർട്ടായിട്ട് നമുക്ക് ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ ആ സിനിമയുടെ സൗണ്ടും ആ വിഷ്വലും മാത്രമായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിച്ചു. ഓക്കെ, അതെനിക്ക് പറ്റിയില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സജഷൻ ഞാൻ പറയുന്നത്. പറ്റുവാണെങ്കിൽ നല്ലൊരു വ്യൂ ഉള്ള തിരക്കധികം ഇല്ലാത്ത സമയത്തൊക്കെ ബുക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ആളുകളുടെ തലേന്ന് മുന്നിൽ കാണാത്ത രീതിയിൽ പോയിട്ട് കാണാൻ ശ്രമിക്കുക. എന്നാൽ നല്ലൊരു ഫീൽ കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആടുജീവിതത്തെ പറ്റിയുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായവും എല്ലാം കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഡിഗ്രേഡിങ് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. അവർക്കൊക്കെ ഈ ഒരു ഫെയിമിന് വേണ്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞ് കയറിപ്പോകാൻ വേണ്ടിയാണ് ഇവരൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.